പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെൻ്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ തരിക. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡക്ഷൻ പ്രകാരം ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മുൻപിൽ വരുന്ന ചോദ്യം. അപ്പോൾ അതിലാദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ n എന്ന് പറഞ്ഞ വേരിയബിളാണ് ഉണ്ടായിരിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷോ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. കുറച്ച് സ്റ്റെപ്പുകൾ നമുക്കതിൽ ഫോളോ ചെയ്യാനുണ്ട്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ നിങ്ങൾക്ക് ഇൻഡക്ഷൻ പ്രകാരം പ്രൂവ് ചെയ്യാൻ പറയുന്നത് അതിനെ P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക. അടുത്ത സ്റ്റെപ്പ്, n = 1 ആകുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കുക. n k ആകുമ്പോൾ ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. n k+1 ആകുമ്പോൾ ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ വീണ്ടും തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ n എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. രണ്ട് രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്റ്റേറ്റ്മെൻറ്റിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. രണ്ടാമത്തെ മോഡലിന് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ വിഭാഗമില്ല, ഒരു സെൻറ്റൻസ് പോലെയാണ് നിങ്ങൾക്ക് തരിക. ഇൻഡക്ഷൻ പ്രകാരം പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടുണ്ട്. പല വർഷങ്ങളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത്, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് P of n = P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 + 3 + 3² + etc. + 3n - 1 = 3n - 1 all / 2. ഇതാണ് നമ്മുടെ മുൻപിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. ഇതിന് രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് P of n is true. P of n ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം. രണ്ടാമത്തത്, ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം ആദ്യം എഴുതി വയ്ക്കുക. P of n 1 + 3 + 3² + etc. + 3n - 1 = 3n - 1 / 2. നമുക്ക് വേണ്ടത് P of 1 ശരിയാണെന്ന് ഷോ ചെയ്യാം. ഓക്കെ, P of 1 ഇങ്ങനെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളിലും നമ്മൾ P of 1 എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് LHS എന്ന് പറയുന്ന കാര്യം എടുക്കുക. ഈ LHS എടുക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ LHS എന്ന് പറയുന്നതിൻ്റെ അവിടെ എത്ര എഴുതുക? 1 എഴുതുക. RHS വലതുവശത്ത്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വലതുവശത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? n-ന് 1 അപ്ലൈ ചെയ്യാം. n-ന് 1 അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? 3n - 1 / 2 which is equal to 3 - 1 / 2 which is equal to 2/2 which is equal to 1. ഇപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. LHSഉം 1 ആണ്, RHSഉം 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore P of 1 is true.
ഇങ്ങനെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളിലും പി ഓഫ് വൺ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിൻ്റെയും ആൻസർ ഒരേപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? രണ്ടും ഒരേപോലെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു? പി ഓഫ് വൺ ട്രൂ ആണ് എന്നുള്ള കാര്യം പറയുകയാണ്. നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് തെളിയിക്കാനുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാ എണ്ണുകൾക്കും ശരിയാണെന്ന് തെളിയിക്കണം. അതിനു വേണ്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. n=1 ഈ റിസൾട്ട് എന്താണ്? ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കൽ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. k+1 ട്രൂ ആണെന്ന് തെളിയിക്കാം. ഇനി ആ സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. assume that p of k is true. അപ്പൊ n k ആകുമ്പോൾ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? 1 + 3 + 3² + etc. + 3 raised to k - 1 equal to 3 raised to k - 1 divided by 2. n = k യിൽ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിലെ n-ന് പകരം നിങ്ങൾ എന്ത് എഴുതുക? k എന്ന് പറയുന്ന കാര്യം എഴുതുക. അതാണ് ഞാനിവിടെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ n = k യിൽ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 + 3 + 3² + etc. + 3 raised to k - 1. അതെന്തായിരിക്കും? 3 raised to k - 1 divided by 2 ആയിരിക്കും. ഇപ്പൊ നമ്മുടെ അസംപ്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് k+1 ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിനുവേണ്ടി p of k+1 എഴുതണമെങ്കിൽ ആദ്യം നിങ്ങൾ 1 മുതൽ 3 raised to k - 1 വരെ എഴുതുക. അത് ശരിക്കും p of k ആണ്. അതിനേക്കാൾ ഒരു ടേം കൂടി മുൻപിലേക്ക് വരുമ്പോഴാണ് എന്താവുള്ളൂ? p of k+1 ആവുള്ളൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 1 + 3 + 3² + etc. + 3 raised to k - 1. ഇപ്പൊ ഇതുവരെ എഴുതിയാൽ എന്തായിട്ടുള്ളൂ? p of k എന്ന് പറയുന്ന ആശയമായിട്ടുള്ളൂ. നമുക്ക് എഴുതേണ്ടത് എന്താ? p of k+1. അപ്പോൾ ഒരു ടേം കൂടി നമുക്കിവിടെ എഴുതാനുണ്ട് പ്ലസ്. ആ ഒരു ടേം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് നോക്കുക, ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കുക, അതിലെ ലാസ്റ്റ് ടേമിലേക്ക് വരും. ഇതാണ് ലാസ്റ്റ് ടേം. ആ ലാസ്റ്റ് ടേമിലെ n-ന് പകരം നിങ്ങൾ k+1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് എഴുതാം? 3 raised to n-ന് പകരം k+1 -1. ഇവിടെയുള്ള -1 ആണ്, അതുപോലെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മളെ p of k വരെ തൊട്ട് മുകളിൽ നോക്കി നമുക്ക് എഴുതി വെക്കാം. p of k+1 എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ടേം കൂടി എഴുതണം. ആ ഒരു ടേം കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, അതിലെ ലാസ്റ്റ് ടേം. ആ ലാസ്റ്റ് ടേമിൽ n-ന് പകരം എന്ത് കൊടുക്കുക? k+1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ 3 raised to k+1 -1. ഇതില് ഇവിടെ നിന്ന് ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് നമ്മൾ അസംഷൻ ആയിട്ട് തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അസംഷൻ? 1 + 3 + 3² + etc. + 3 raised to k - 1. അതുവരെ ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 3 raised to k - 1 divided by 2. അപ്പോൾ ഇത്രയും ടേമുകൾ ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി? 3 raised to k - 1 divided by 2 പ്ലസ് ഇവിടെ നിങ്ങൾ നോക്കുക, +1ഉം -1ഉം എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി അവിടെ എന്തുള്ളൂ? 3 raised to k by 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 raised to k - 1 into 1 എന്ത് തന്നെ വരിക? 3 raised to k - 1 പ്ലസ് 2 into 3 raised to k. എന്താ എഴുതാൻ പറ്റുള്ളൂ? 2 into 3 raised to k. ഇത്രയാണ് എഴുതാൻ പറ്റുള്ളൂ. ഒരിക്കലും -6 raised to k എന്ന് പറഞ്ഞാൽ എഴുതരുത്, അത് ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മൾ എന്താ എഴുതുന്നത് അവിടെ? 2 into 3 raised to k divided by 2 into 1 എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 2 തന്നെയാണ് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 3 raised to k ഉണ്ട്, ഇവിടെ 2 into 3 raised to k ഉണ്ട്. രണ്ട് ടേമിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം? 3 raised to k കാണാം. അപ്പൊ ഞാൻ അവിടെ ചെയ്യുന്നത് 3 raised to k എന്ന് പറയുന്നതിനെ കോമൺ ആയി എടുത്തു. ഈ ടേമിൽ നിന്നും കോമൺ ആയി 3 raised to k പുറത്തു നിർത്തും. ഇവിടെ ബാലൻസ് എന്തുണ്ടാവും? 3 raised to k മുഴുവനായി പോയി, ബാക്കി അവിടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ ബാലൻസ് എന്തുണ്ടാവും? 2 എന്ന് പറയുന്ന കാര്യം ഉണ്ടാവും.
ഈ രണ്ട് ടേമുകൾ തമ്മിൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ബാലൻസ് വരുന്ന 1 2 ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. -1 അതുപോലെ ഡിവൈഡഡ് ബൈ 2. 1 + 2 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാം? 3 raised to k into 3 -1 divided by 2. അടുത്ത സ്റ്റെപ്പ് നോക്കുക നിങ്ങൾ. 3 എഴുതിയാലും 3 raised to 1 എഴുതിയാലും ഒരേപോലെയാണ്. കൂടാതെ നമുക്കറിയാവുന്ന റിസൾട്ടാണ് a raised to m into a raised to n. a raised to m plus n പവറുകൾ തമ്മിൽ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to k plus 1 -1 divided by 2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? 3 raised to k plus 1 -1 divided by 2. ശരിക്കും നമ്മുടെ റിസൾട്ട് ട്രൂ ആയിരിക്കണമെങ്കിൽ k plus 1 ട്രൂ ആയിരിക്കണമെങ്കിൽ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 3 raised to k plus 1 -1 divided by 2 അതാണ് കിട്ടേണ്ടത്. റൈറ്റ് സൈഡ് എന്താ അപ്ലൈ നോക്കിയാൽ മതി? k plus 1 അപ്ലൈ നോക്കിയാൽ മതി. അപ്പോൾ 3 raised to k plus 1 -1 divided by 2 ഇതാണ് കിട്ടേണ്ടിയിരുന്നത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? p of k plus 1 എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore p of k plus 1 is true. എന്ത് പറയാം? p of k plus 1 ട്രൂ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൺക്ലൂഷൻ എന്തെഴുതാം നമുക്ക്? Hence by induction the result is true for all n. എല്ലാ എണ്ണുകൾക്കും ഈ റിസൾട്ട് എന്താണെന്ന് പറയാം? ശരിയാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ സെക്കൻഡ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്റ്റേറ്റ്മെന്റ്, കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. p of n a plus ar plus a r square plus etc plus a r raised to n minus 1 equal to a into r raised to n minus 1 divided by r minus 1. ഇത് ശരിക്കും സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഫോർമുലയാണ് ശരിക്കും അത് വരുന്നത്. നമുക്കിവിടെ ഇൻഡക്ഷൻ പ്രകാരം അത് എന്ത് ചെയ്യണം? ട്രൂ ആണ് എന്ന് പറഞ്ഞ കാര്യം തെളിയിക്കണം. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? p of 1 ട്രൂ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ p of 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാം. കാരണം ഇവിടെ LHS ഉണ്ട്, RHS ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ p of 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിലേക്ക് ഒന്ന് പോവുകയാണ്. p of 1 LHS എന്ന് പറയുന്നത് ഇതാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിലെ LHSലെ ഫസ്റ്റ് ടേം ഏതാ? a മാത്രം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? LHS എന്ന് പറയുന്നത് എന്താണ്? a ആണ്. RHS വലതുവശത്ത് n പകരം എന്ത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 1 അപ്ലൈ ചെയ്യാം. 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? a into r raised to 1 minus 1 divided by r minus 1. അതായത് a into r minus 1 by r minus 1. r minus 1 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മുകളിലും താഴെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ r minus 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി എന്താ കിട്ടുക? a ആണ് കിട്ടുന്നത്. LHSും RHSും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യൂ, രണ്ടും ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore p of 1 is true. p of 1 ട്രൂ ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ എണ്ണുകൾക്കും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കണം. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ n=1 ട്രൂ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാം? കെയിൽ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും, k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാൻ പോവാണ്. അസ്യൂം that p of k is true. Assume that p of k is true. p of k ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് എവിടേക്ക് മാറ്റുക? നമ്മൾ k എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് മാറ്റുക. അപ്പോൾ എന്താ ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് a plus ar plus ar square plus etc plus ar raised to k minus 1 equal to a into r raised to k minus 1 divided by r minus 1. സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് നമ്മൾ എവിടേക്ക് മാറ്റിയതിനെ കെയിലേക്ക് മാറ്റി.
ഇനി നമുക്ക് വേണ്ടത് എന്താ? പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്ന ആശയം ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ശരിക്കും എന്താണ്? പി ഓഫ് കെ ആണ്. പിന്നെ അതിനോട് കൂടി എന്ത് ചെയ്താൽ മതി? ഒരു ടേം കൂടുതൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പി ഓഫ് കെ എന്ന് പറയുന്ന ആശയം എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് വൺ പി ഓഫ് കെ ആണ്. അത് നമ്മൾ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടേം കൂടി എഴുതണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേം അവിടെ എന്നിന് പകരം എന്ത് കൊടുക്കുക? കെ പ്ലസ് വൺ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? എ ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ. ഈ എന്നിന് പകരം കെ പ്ലസ് വൺ കൊടുത്തു, മൈനസ് വൺ അതുപോലെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്നതിന്റെ ആൻസർ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ പ്ലസ് പോസിറ്റീവ് വണ്ണും നെഗറ്റീവ് വണ്ണും ഉണ്ട്. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി അവിടെ നിൽക്കുന്നത് എന്താണ്? എ ഉണ്ട്, ആർ റൈസ് ടു കെ ഉണ്ട്. മുമ്പ് ചെയ്ത പോലെ തന്നെ ബൈ വൺ കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. എ രണ്ട് ടേമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ട് ടേമിലേക്കും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. എ ഇൻറ്റു ആർ റൈസ് ടു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ റൈസ് ടു കെ. എ ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എ പ്ലസ് എ ആർ റൈസ് ടു കെയിനെ ആർ മൈനസ് വണ്ണുമായി മൾട്ടിപ്ലൈ ചെയ്യണം. ആർ മൈനസ് വണ്ണുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എ ആർ റൈസ് ടു കെ കൊണ്ട് ആറിനെയും മൈനസ് വണ്ണിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ. എ ആർ റൈസ് ടു കെ ഇൻറ്റു മൈനസ് വൺ മൈനസ് എ ആർ റൈസ് ടു കെ all divided by r minus 1. r minus 1 into 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? r minus 1 എന്ന് പറയുന്ന ആശയം വരും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പോസിറ്റീവ് എ ആർ റൈസ് ടു കെ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഈ പൊസിഷനിലേക്ക് നോക്കുക. നിങ്ങൾ എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ. ആർ എന്ന് എഴുതിയാലും ആർ റൈസ് ടു 1 എന്ന് എഴുതിയാലും ഒരേപോലെയാണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഒരേ കാര്യത്തിന് തന്നെ വ്യത്യസ്ത പവറുകൾ വരികയാണെങ്കിൽ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ആർ റൈസ് ടു, ഇവിടെ കെ ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നത് വരും കെ പ്ലസ് 1 മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. മുകളിലെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ആ എ എന്ന് പറയുന്നതിനെ ഔട്ട്സൈഡ് നിർത്തുകയാണ്. അപ്പൊ അതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ശരിക്കും കെ പ്ലസ് 1 ട്രൂ ആയിരിക്കണമെങ്കിൽ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഇവിടെ കെ പ്ലസ് 1 അപ്ലൈ ചെയ്യാൻ ഇതിന് പകരം എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഏ കാര്യം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore P of k plus 1 is true. P of k plus 1 is true. So final conclusion എന്ന് പറയുന്ന ആരും ചെയ്യാം? Hence by induction the result is true for all n. ഇൻഡക്ഷൻ പ്രകാരം ഈ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ എണ്ണുകൾക്കും എന്താന്ന് പറയാം? ശരിയാണെന്ന് പറയാം. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 ഈക്വൽ ടു 1 മൈനസ് 1/2 ആദ്യം നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. പിന്നീട് കെയിൽ അസ്യൂം ചെയ്യണം എല്ലാ എന്നുകൾക്കും ഇത് ശരിയാണെന്ന് നമ്മൾ തെളിയിക്കണം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്ന കാര്യത്തിലേക്ക് ഒന്ന് പോവാം.
1ൽ ട്രൂ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ സ്റ്റേറ്റ്മെന്റിനും ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? LHSഉം RHSഉം കണ്ടെത്തും, ഒരേ ആൻസർ ആണോ നോക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. LHS ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം ഏതാ വരിക? 1/2. RHS എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലെ n പകരം എന്താ അപ്ലൈ ചെയ്യുക? 1 അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 1/2 ഈ 2 2 തന്നെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ എന്താ വരിക? 1 മൈനസ് 1/2. ഒന്നിൽ നിന്നും പകുതി പോവുക, ബാക്കി എന്തുണ്ടാവും? പകുതി അവിടെ ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? 1/2 എഴുതാം. നിങ്ങൾ നോക്കൂ, LHSഉം RHSഉം എന്താണ്? ഒരേ ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore P of 1 is true. P of 1 ട്രൂ ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യാണ് അസ്യൂം ദാറ്റ് P of k is true. P of k ട്രൂ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടി പറ്റുക? തന്നിട്ടുള്ള ഒറിജിനൽ സ്റ്റേറ്റ്മെന്റിൽ n പകരം എന്ത് അപ്ലൈ ചെയ്യാം? k എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 ഈക്വൽ ടു 1 മൈനസ് 1/2 ഇനി k+1 ട്രൂ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. k+1 ട്രൂ ആണെന്ന് തെളിയിക്കണമെങ്കിൽ P of k+1 വേണം. അപ്പോൾ P of k+1 ഈക്വൽ ടു ആദ്യം നമ്മൾ P of k ന്റെ കാര്യങ്ങൾ എഴുതാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 പ്ലസ് ഒരു ടേം കൂടി എഴുതണം. എങ്ങനെ എഴുതാം? സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, ലാസ്റ്റ് ടേം n പകരം എന്ത് എഴുതുക? k+1 എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 1/2 n പകരം k+1. ഇതില് ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ അസംഷൻ? 1/2 മുതൽ 1/2 വരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 1 മൈനസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1 എന്ന് പറയുന്നതിനെ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം എന്താണ്? a⁻m ഇൻറ്റു a⁻m പ്ലസ് n ആണ്. അത് നിങ്ങൾ തിരിച്ചിട്ടൊന്ന് ആലോചിക്കുക. അപ്പൊ എന്താ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത്? a⁻m പ്ലസ് n ഈക്വൽ ടു a⁻m ഇൻറ്റു a⁻n. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും കോമൺ ആയി ഉള്ള കാര്യങ്ങളൊന്നും നോക്കുക. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് ചേർന്നതാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് നെഗറ്റീവ് ഉണ്ട്. 1/2 ഇവിടെയും ഉണ്ട്, 1/2 ഇവിടെയും ഉണ്ട്. അപ്പൊ ഞാൻ കോമൺ ആയി വരുന്ന -1/2 ഞാൻ എന്ത് ചെയ്യാണ്? കോമൺ ആയിട്ട് രണ്ട് ടേമിൽ നിന്നും എടുക്കുകയാണ്. 1 -1/2 എന്ന് പറഞ്ഞ കാര്യം കോമൺ ആയിട്ട് ഇവിടെ എങ്ങനെ ആകെ ഉള്ളത് -1/2 ആണ്. അത് മുഴുവനായി നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, ബാക്കി അവിടെ 1 ഉണ്ടാവും. ഈ പോസിറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അപ്പൊ ഒരു നെഗറ്റീവ് അവിടെ ഉണ്ടാവും. 1/2 നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി ഇനി എന്താ ഉള്ളത്? 1/2 അഥവാ 1/2 അവിടെ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരിക? 1/2 which is equal to 1 minus 1/2 into 1 minus 1/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2. ഒന്നിൽ നിന്ന് പകുതി പോയാൽ വീണ്ടും എന്ത് വരും? 1/2 എന്ന് പറയുന്ന ആശയം വരും. ഇതിലെ 2 എഴുതുന്നതും 2/1 എഴുതുന്നതും ഒരേ കാര്യമാണ്. ഇപ്പൊ ഒരേ കാര്യത്തിന് തന്നെ പവറുകൾ കണ്ടില്ലേ? അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ആ പവറുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? 1 minus 1/2 plus 1. ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് ഞാൻ ഇടാനുള്ള കാരണം, ശരിക്കും k+1 ട്രൂ ആവണമെങ്കിൽ എന്താണ് കിട്ടേണ്ടത്? 1 minus 1/2 plus 1. അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore P of k+1
ഈസ് ട്രൂ. ഇവിടെ നമുക്ക് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ തെളിയിക്കാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു കൺക്ലൂഷൻ്റെ ആവശ്യം ഇനി വരുന്നില്ല. പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കിട്ടി. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെയും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് മുൻപത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം, പി ഓഫ് വൺ എന്ന് പറയുന്ന ആശയം വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാലും ഷോ ചെയ്യാൻ പറഞ്ഞാലും പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരേ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. പി ഓഫ് വൺ എന്ന് പറയുന്ന കാര്യം LHS ഈക്വൽ ടു ഇതിലെ ഫസ്റ്റ് ടേം വരിക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്, 1 തന്നെയാണ്. RHS റൈറ്റ് സൈഡിൽ എന്നിന് പകരം 1 കൊടുക്കണം. 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ 1 കൊടുത്തു, ഇവിടെയും 1 കൊടുത്തു, ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ നിലനിർത്തി. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 ഇൻറ്റു 1 പ്ലസ് 1 2 ആണെന്ന് അറിയാം. അവിടെ 2 വരും, ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇവിടെ 2ഉം മുകളിലുള്ള 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രോസസ്സ്, അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ക്യാൻസൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കി നിൽക്കുന്ന 1 അല്ലേ, 1ന്റെ സ്ക്വയർ എന്താ കിട്ടുക, 1 തന്നെയാണ് കിട്ടുക. LHSഉം RHSഉം എന്താണ്, ഒരേ ആൻസർ ആണ്. Therefore P of 1 is true. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ P of 1 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ട്രൂ ആണ് എന്നുള്ള കാര്യം പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ പറയുന്നത് എല്ലാ എന്നുകളിലും ശരിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കെയിൽ ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ എടുക്കുകയാണ്, അസ്യൂം ദാറ്റ് P of k is true. P of k എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇത് എഴുതണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്ന ആ ഒരു കാര്യത്തിനെ k എന്ന് പറയുന്നതിലേക്ക് എഡിറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. ഇനി P of k പ്ലസ് 1 ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k ക്യൂബ്. ഇപ്പോൾ ശരിക്കും ഏതുവരെ എത്തിയിട്ടുള്ളൂ, P of k വരെ ആയിട്ടുള്ളൂ. ഒരു ടേമും കൂടി എഴുതണം. അതിനെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേമിലേക്ക് പോവുക. അവിടെ എന്നിന് പകരം എന്ത് കൊടുക്കുക, k പ്ലസ് 1 എന്ന് പറയുന്ന കാര്യം കൊടുക്കുക. അവിടെ എന്താണ് എഴുതേണ്ടത്, k പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇതിൽ ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, k ഇൻറ്റു k പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി എന്താ എഴുതാനുള്ളത്, k പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കെയിന് സ്ക്വയർ വരും, k പ്ലസ് 1ന് സ്ക്വയർ വരും, 2ന് സ്ക്വയർ വരും. അവിടെയാണെങ്കിൽ k പ്ലസ് 1 ക്യൂബ് വരും. ഇതിൽ കോമൺ ആയ ടേമുകളൊന്നും ആലോചിക്കുക നിങ്ങൾ. ഇവിടെ k പ്ലസ് 1 എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്, ഇവിടെ k പ്ലസ് 1 എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, k പ്ലസ് 1 എന്ന് പറയുന്ന 2 എണ്ണത്തിനെ മാറ്റി നിർത്താം. അതായത് k പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ k പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ ആയിട്ട്, ബാക്കി ഇവിടെ ഒരു kന്റെ സ്ക്വയർ വരും, ഒരു 2ന്റെ സ്ക്വയർ വരും. അപ്പോൾ k സ്ക്വയർ ബൈ 4 പ്ലസ് ഇവിടെ 3 എണ്ണം ഉണ്ട്, നമ്മൾ 2 എണ്ണം എടുത്തിട്ടു. അപ്പോൾ ഒരു k പ്ലസ് 1 ബാക്കി ഉണ്ടാവും. ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരിക, k സ്ക്വയർ പ്ലസ് 4 കൊണ്ട് 2 ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും, 4k പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും, 4 എന്ന് പറയുമ്പോൾ ആശയം തന്നെ വരും. ഇതിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഈ ടേമുകളിലൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4. ഇത് ശരിക്കും എന്താണ്, k പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. അപ്പോൾ നമുക്ക് അതിന് പകരം എന്ത് കണക്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഹോൾ സ്ക്വയർ
ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതിയാൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. നോക്കിയോക്കൂ നിങ്ങൾ, കെ പ്ലസ് 1ന്റെ സ്ക്വയർ വരും, കെ പ്ലസ് 2ന്റെ സ്ക്വയർ വരും, 2ന്റെ സ്ക്വയർ എന്ത് വരും, 4 വരും. അപ്പൊ ഈ എഴുതിയതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് അവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ ഫൈനലൈസ് ചെയ്യാം. കാരണം കെ പ്ലസ് 1ൽ ട്രൂ ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ കെ പ്ലസ് 1 വരും, കെ പ്ലസ് 1 പ്ലസ് 1, അതായത് എന്ത് വരും, കെ പ്ലസ് 2 വരും, ഡിവൈഡഡ് ബൈ 2 വരും, അതിന്റെ സ്ക്വയർ വരും. അതേ കാര്യമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന കാര്യം കെ പ്ലസ് 1ൽ എന്താണ്, ട്രൂ ആണ്. നമുക്ക് പറയാം therefore p of k plus 1 is true. p of k plus 1 എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ hence by induction result is true for all n. എല്ലാ എണ്ണുകൾക്കും ഈ റിസൾട്ട് എന്തായിരിക്കും, ശരിയായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യത്തിനെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇൻഡക്ഷൻ പ്രകാരം ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകം പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം എന്ന് പ്രത്യേക സബ് ക്വസ്റ്റൻ ഒന്നും ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പി ഓഫ് 1 ട്രൂ ആണ് എന്നുള്ള ആശയത്തിലേക്ക് എത്തണം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യാണ്, പി ഓഫ് 1ന്റെ കാര്യം ഒന്ന് പറയണം. പി ഓഫ് 1 എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്, LHS. LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം 1 × 2. ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അർത്ഥമാണ് കേട്ടോ. 1.2 അല്ല വായിക്കേണ്ടത്, അത് 1 × 2 ആണ്. 1 × 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, 2 തന്നെയാണ്. RHS റൈറ്റ് സൈഡിൽ എന്നിന് എന്ത് കൊടുക്കണം, 1 അപ്ലൈ ആണ്. 1 × 1 + 1 1 + 2 ഡിവൈഡഡ് ബൈ 3. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 1 × 2 × 3 ഡിവൈഡഡ് ബൈ 3. 3യും 3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യം എന്താ വരുന്നത്, 2. LHSഉം RHSഉം എന്താണ്, ഒരേ ആൻസർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം therefore p of 1 is true. p of 1 ട്രൂ ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത കാര്യം എന്താണ്, അസ്യൂം ചെയ്യാം. assume that p of k is true. p of k എന്താണെന്ന് അസ്യൂം ചെയ്യാം, നമുക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് 1 × 2 + 2 × 3 + 3 × 4 + etc. + k × k + 1 equal to k × k + 1 × k + 2 all divided by 3. അപ്പോൾ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് 1 × 2 + 2 × 3 + etc. + k × k + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k × k + 1 × k + 2 all divided by 3ക്ക് എന്താണ്, തുല്യമാണ്. p of k + 1 equal to, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, p of k എന്ന് പറയുന്ന ആശയം എഴുതി വയ്ക്കുക. 1 × 2 + 2 × 3 + 3 × 4 + etc. + k × k + 1 k × k + 1 പ്ലസ് ഒരു ടേം കൂടി നമ്മൾ എഴുതാനുണ്ട്. ആ ടേം എഴുതണമെങ്കിൽ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേറ്റ്മെന്റ് നോക്കുക. സ്റ്റേറ്റ്മെന്റിൽ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേമിൽ n എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കുക, k + 1 എന്ന് പറയുന്ന കാര്യം കൊടുക്കുക. നമ്മൾക്ക് തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു, n × n + 1 ആയിരുന്നു. അപ്പോൾ n-ന് പകരം എന്താ എഴുതാം, നമുക്ക് k + 1 എഴുതാം. n + 1 എന്നതിന് പകരം എന്ത് എഴുതാം, k + 1 + 1 എന്ന് പറഞ്ഞെഴുതാം. k + 1 + 1 എന്ന് പറഞ്ഞെഴുതാം. ഓക്കെ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള സമ്മ് നമ്മൾ അസ്യൂം ചെയ്തു വെച്ചിട്ടുണ്ട്. k × k + 1 × k + 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് k + 1 × ഇതിനെ എന്താക്കിയിട്ട് എഴുതാം, നമുക്ക് k + 2 എന്ന് പറഞ്ഞെഴുതാം. കാരണം 1 + 1 2 ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
പ്ലസ് 1 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. കെ പ്ലസ് 2 ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. ആ രണ്ട് ടേമിനെയും ഞാൻ കോമൺ ആയി എടുക്കുകയാണ്. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇവിടെ ഒരു കെ മുകളിലുണ്ട്, ഒരു 3 താഴെയുണ്ട്. അപ്പോൾ കെ ബൈ 3 പ്ലസ് ഇവിടെയുള്ള എല്ലാ ടേമുകളും നമ്മൾ ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട്. ബാക്കിയോടെ 1 ഉണ്ടായിരിക്കും. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ എന്ത് വരും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ കെ വരും, പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 വരും, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 വരും. ശരിക്കും നമുക്ക് കെ പ്ലസ് 1 എന്ന് പറയുന്ന കാര്യത്തിൽ ട്രൂ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡ് ഒന്ന് നോക്കുക. റൈറ്റ് സൈഡ് എന്താ ഉണ്ടായിരുന്നത്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 3 ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്നിന് പകരം നിങ്ങൾ കെ പ്ലസ് 1 എന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കെ പ്ലസ് 1 കൊടുത്താൽ അവിടെ നമുക്ക് കിട്ടുന്നത് കെ പ്ലസ് 1, കെ പ്ലസ് 2, കെ പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3. അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore, P of k plus 1 is true. P of k plus 1 എന്താണെന്ന് പറയാൻ നമുക്ക് ട്രൂ ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. Hence by induction, result is true for all n. റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ എണ്ണുകൾക്കും എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ ശരിയായിരിക്കും. നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ഷനിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചോദ്യം വരിക. അപ്പോൾ എന്താണ് ചോദ്യം എന്നുള്ളത് നോക്കാം നമുക്ക്. ഇഫ് 3 raised to 2n plus 2 minus 8n minus 9 is divisible by k. ഈ പറയുന്ന ടേമുകളെ k എന്ന് പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കെയിന്റെ വാല്യൂ ആയിട്ട് വരിക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? n = 1 എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം എന്നാണ്. അത് നമ്മൾ തെളിയിക്കുന്ന കാര്യമാണ്. അപ്പൊ n = 1 എന്ന് പറയുന്ന കാര്യം ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പറയുന്ന ടേമില്, അതായത് 3 raised to 2n plus 2 minus 8n minus 9, ഇതില് n-ന് പകരം നിങ്ങൾ 1 അപ്ലൈ ചെയ്യാം. 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? 3 raised to 2 into 1 plus 2 minus 8 into 1 minus 9, അതായത് 3 raised to 4 minus 8 minus 9. 2 into 1 2 ആണ്, 2 plus 2 4 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 raised to 4 എഴുതിയിരിക്കുന്നത്. ഓക്കെ, 3 raised to 4 എന്ന് പറയുന്നത് 81 minus 89. ഒരേ സിമ്പിൾ ആണ്. അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് എന്ത് പറയാം നമുക്ക്? -8 minus 9 എന്ന് പറയുന്നത് എന്താന്ന് പറയാം? -17 ആണെന്ന് പറയാം. 81 minus 17 എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ആണ്. ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ന ഓപ്ഷൻസുകളിലേക്ക് ഒന്ന് പോവുക. ഏത് നമ്പർ കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 64 എന്ന് പറയുന്നതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഈ തന്നിൽ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 8 എന്ന് പറയുന്ന ആശയം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് വരുന്നത് എന്താണ്? 8 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നിങ്ങൾ n = 1 ചെയ്യുക. ഓപ്ഷൻസുകളെ ചെറിയ നമ്പേഴ്സുകളാണെങ്കിൽ n = 1 കിട്ടും. വലിയ നമ്പേഴ്സുകളാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ n = 1 കിട്ടിയില്ലെങ്കിൽ n = 2 എന്ന് പറയുന്ന ആശയത്തിൽ തീർച്ചയായും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്.